ഇന്ന് ഞാനുള്ളത് റിയാദിലെ അബ്ദുൽ അസീസ് മ്യൂസിയത്തിലാണ് കേട്ടോ. അപ്പോൾ അബ്ദുൽ അസീസ് മ്യൂസിയം എന്ന് പറയുമ്പോൾ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ആദ്യ രാജാവ്, ഇവിടുത്തെ ആദ്യ രാജാവിൻ്റെ മ്യൂസിയത്തിലാണുള്ളത്. അന്ന് സൗദി അറേബ്യയിലെ രാജാവ് ഉപയോഗിച്ചിരുന്ന കാറുകളും അദ്ദേഹത്തിൻ്റെ മറ്റുള്ള അക്സസറീസും അതൊക്കെയാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്ന കണ്ടല്ലോ, ഇതൊരു വലിയൊരു മ്യൂസിയമാണ് കേട്ടോ. ഈ കാണുന്നത് വലിയൊരു മ്യൂസിയമാണ്. ഇതിൻ്റെ ചെറിയ ഒരു തടാകം ഇതിൻ്റെ മിഡിൽ പാർട്ടിലൂടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തടാകം ഒന്ന് കാണിച്ചു കൊടുത്തേ, അവിടുത്തെ ആ തടാകം ഒന്ന് കാണിച്ച്, അങ്ങോട്ട് പോയി അടുത്ത് പോയി കാണിച്ച്. അത് തടാകം അവിടെ ഇങ്ങനെ നിറച്ച് കണ്ടോ, പ്രാവുകളൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ഇതൊരു നല്ല രസമുണ്ട് കേട്ടോ. ഇത്രയും സിറ്റീൻ്റെ നടുവിൽ ഇങ്ങനെ നല്ല പച്ചപ്പോടുകൂടി ഇതിനിങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയ ആളും തിരക്കൊന്നും ഇപ്പം ഇല്ല. എനിക്ക് തോന്നുന്നത് ഹോളിഡേയ്സിന് തിരക്കുണ്ടാവും. ഇപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് തിരക്കില്ലാത്ത തോന്നുന്നു. ഇവിടെ എല്ലാ സ്ഥലവും നമുക്ക് കയറി കാണുന്നത് ഫ്രീ ആണ് കേട്ടോ. ഇവിടെ 2-3 മ്യൂസിയം ഉണ്ട്. ആദ്യം നമ്മൾ വേറൊരു മ്യൂസിയം കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ അബ്ദുൽ അസീസ് ഫോർ റിയർ ആൻഡ് ആർച്ചീവ്സ് ആ മ്യൂസിയത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെ കുറേ ഔട്ട്സൈഡിൽ കുറേ ക്രിയേറ്റിവിറ്റീസൊക്കെ ഉണ്ട്. അതുപോലെ നല്ല മരങ്ങളൊക്കെ വെച്ച് നല്ല ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഔട്ട്സൈഡൊക്കെ ഒരു നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർ നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇരിക്കാനും ആൾക്കാർക്ക് നടക്കാനും സംസാരിക്കാനും അതിനൊക്കെ ഉള്ളൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവരെന്തായാലും ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇനി മ്യൂസിയത്തിനകത്തേക്ക് പോകാം കേട്ടോ. അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ട്രാവൽ ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് ഇപ്പോൾ കിങ് അബ്ദുൽ അസീസ് മ്യൂസിയത്തിനകത്താണുള്ളത് കേട്ടോ. ഇത് ഇതുവഴി അകത്തേക്കാണ് പോകുന്നത്. ഇതുവഴിയാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. നമുക്ക് അകത്തേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളാണ് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും അകത്തേക്ക് പോകാം. നല്ല കാലാവസ്ഥ കേട്ടോ അവിടെ. ഇവിടെ തീർത്തും ഫ്രീ ആണ്. ഇവിടെ കാണാൻ ഒരു ചെറിയൊരു ഫൗണ്ടൻ ഉണ്ട്. പക്ഷേ ഫൗണ്ടൻ ഇപ്പോൾ ഓഫാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. ദേ ഇവിടെ നമ്മളിങ്ങനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ് കേട്ടോ. പക്ഷെ ഇവിടെ കുറേയൊക്കെ ക്ലോസ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. അതുവഴിയൊന്നും പോകാൻ പാടില്ലയോ എന്താണെന്ന് നമ്മളറിയില്ല. എന്തായാലും നമുക്കിവിടെ ഒരു ഓഫീസുണ്ട്, റിസപ്ഷൻ ഉണ്ട്. നമുക്കൊന്ന് ചോദിക്കാം. മ്യൂസിയത്തിനകത്തേക്ക് വന്നിട്ടുണ്ട്. കിങ് അബ്ദുൽ അസീസ് മെമ്മോറിയൽ ഹാൾ കാർ എക്സിബിഷൻ കണ്ടില്ലേ. ദേ നമ്മളിങ്ങനെ കാർ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോവാണ്. ഇവിടെ ഇനി എത്ര കാറുണ്ടെന്ന് അറിയില്ല. ഇവിടെ ഇങ്ങനെ ഒരു റിസപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് ഇതൊരു മെമ്മോറിയൽ ഹാളാണ് കേട്ടോ. ഇതേകൂടെ കുറച്ചൊരു ചെറിയൊരു വായനശാല ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബുക്ക് ഷോപ്പുണ്ട്. അത് ബുക്ക് ഷോപ്പാണ് കേട്ടോ, വായനശാല അല്ല, ബുക്ക് ഷോപ്പാണ്. വാങ്ങാൻ തോന്നുന്നു ബുക്സ് ഇവിടുന്ന്. കുറച്ച് അറബിക് ബുക്കുകളാണ് കേട്ടോ. കിങ് അബ്ദുൽ അസീസിൻ്റെ ആദ്യത്തെ കാറാണ് കാണുന്നത് കേട്ടോ. ഇത് ഇവിടുത്തെ കാറ് വാങ്ങിയ വർഷവും അത് കൊണ്ടുവന്നതും എല്ലാം ഇവിടെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. 1921 AD കിങ് അബ്ദുൽ അസീസ് ആദ്യമായിട്ട് കാർ വാങ്ങിയത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കാറാണ് ഈ കാണുന്നത്. നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല. അത് അന്നൊരു ഇവിടുത്തെ ലോഗോ മാത്രമേ ഉള്ളൂ കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരിക്കും എന്ന് തോന്നുന്നു അങ്ങനെ നിൽക്കുന്നു. ദേ കിങ് അബ്ദുൽ അസീസ് ഇവിടെയുണ്ട്. ദ ഓയിൽ സ്റ്റോറി, ഇവിടുത്തെ ഓയിൽ റിഗിൻ്റെ സ്റ്റോറിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാർ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. ദേ കണ്ടില്ലേ, ഇവിടെ ഒരു ബോർഡൊക്കെ തൂക്കിയിട്ടുണ്ട് കാർ എക്സിബിഷനെ കുറിച്ച്. ദേ അദ്ദേഹത്തിൻ്റെ കാറുകളാണ് ദേ ഇവിടെ കിടക്കുന്നത്. ആ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന കാറുകളാണ് കേട്ടോ. ഇത് 1953 ഉപയോഗിച്ച ഈ റെഡ് കാറ്. ഈ മിഡിലിൽ കാണുന്ന റോയൽസ് കാർ ഗിഫ്റ്റ് ഫ്രം പ്രൈം മിനിസ്റ്റർ ഓഫ് ബ്രിട്ടൻ വിൻസ്റ്റൺ ചർച്ചിൽ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ ഈ കാറ്. അതുപോലെ ഇത് റോയൽസ് കാർ 1934 പുള്ളി ഉപയോഗിച്ചിരുന്ന കാറാണ്. ഇതാണ് ഏറ്റവും പഴയ കാർ ഇതേതാ കാണുന്നത് എനിക്ക് തോന്നുന്നു. പിന്നെ അതിനുശേഷം 1953 ഉപയോഗിച്ചിരുന്ന കാറാണ് ഈ കാണുന്നത് കേട്ടോ.
ഏറ്റവും പഴയ കാറ് ഏതാ? ഇല്ല, 1934. ഇതാണ്, ഈ കാണുന്നതാണ് ഏറ്റവും പഴയ കാറ് കേട്ടോ. ഇതാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടതെന്ന് തോന്നുന്നല്ല, അത് 1921 പുള്ളി വാങ്ങിച്ച ആദ്യത്തെ കാറാണ്. എന്തായാലും ഇത് വളരെ എക്സ്പെൻസീവ് കാറാണ്. ഇന്ന് ഇതിൻ്റെ സ്പെയർ പാർട്സ് ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇത് റോൾസ് റോയ്സിൻ്റെയൊക്കെ കാറുകളാണ് കേട്ടോ. അതിൻ്റെ റോൾസ് റോയ്സിൻ്റെ ലോഗോ ഒക്കെയാണ് അതിനകത്തിരിക്കുന്നത്. ഇത് റോൾസ് റോയ്സ് ആണ് കേട്ടോ. ഇത് റോൾസ് റോയ്സ്. ഇനി അതേതാണെന്ന് നോക്കട്ടെ. അതും അതേതിൻ്റെ ഒന്നും മനസ്സിലാവുന്നത് എനിക്കല്ലോ എന്തോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാം എഴുതിയിട്ടുണ്ട്, പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല. പിക്സി ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഇത് അദ്ദേഹത്തിൻ്റെ വിമാനമാണോ എന്നറിയില്ല. ആദ്യകാല ടെലഫോൺ ഇതേ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ടെലഫോണൊക്കെയാണ്. ഇതായിരിക്കും നമ്പർ പ്ലേറ്റ്. വെഹിക്കിൾ പ്ലേറ്റ് ഇഷ്യൂഡ് ബൈ ദ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ഈസ്റ്റേൺ പ്രൊവിൻസ്. അതായത് ഈസ്റ്റ് റീജിയനിൽ ആദ്യമായിട്ട് കൊടുത്ത നമ്പർ പ്ലേറ്റാണ് ഇവിടെ കാണുന്നത്. ഇത് ആദ്യത്തെ വിമാനമാണ്. 1945 സൗദി അറേബ്യയിലെ രാജാവ് ഉപയോഗിച്ചിരുന്ന ഫ്ലൈറ്റാണ് അത് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഒരു മിനിച്ചറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതൊരു മിനിച്ചറാണ്. അത് ഗിഫ്റ്റ് കൊടുത്തത് കൺട്രി ഓഫ് ഒറിജിനൽ മെയ്ഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അതിൻ്റെ മാക്സിമം സ്പീഡ് 269 km/h. മാക്സിമം റേഞ്ച് 2414 km. ഡക്കോട്ട 3 പാസഞ്ചർ പ്ലെയിൻ, 3 സീറ്റുള്ള ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. ബൈ എൻഡ് ഓഫ് 1945 അദ്ദേഹം ഓർഡർ ചെയ്ത് പർച്ചേസ് ചെയ്ത ഫ്ലൈറ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു മിനിച്ചറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കാറ് കണ്ടോ വളരെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു സൂപ്പറായിട്ട് അത് പെയിൻ്റൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാഡിലാക്കിൻ്റെ കാറാണ് ഈ കാണുന്നത്. ഇത് കാഡിലാക്ക് കേട്ടോ. ആ കാണുന്നത് എന്താണെന്ന് അറിയില്ല. രണ്ടാമത് മിഡിലിൽ കാണുന്നത് ഏത് കമ്പനിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഏഷ്യരിക്കാതം ഏഷ്യരിക്ക റോൾസ് റോയ്സ്. അതും റോൾസ് റോയ്സ് ആണ് കേട്ടോ. ആ പച്ച കളറിൽ കാണുന്ന കാറ്. ഇവിടെ അടുത്തൊരു ടെലിഫോൺ ഉണ്ട്. ഇത് കറക്കി ടെലിഫോൺ കോൾ വിളിക്കുന്ന ഒരു ടൈപ്പാണ്. എൻ്റെ സൈഡിൽ ഹാൻഡിൽ കണ്ടില്ലേ, അതാണ്. ഇത് കഡിലാക്കിൻ്റെ കാറാണ് കേട്ടോ. അതൊക്കെ ഇന്നും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ജാക്കിപ്പുറത്താണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്, ജാക്കിയിൽ നിന്ന് ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇതാണ് കിങ് അബ്ദുൽ അസീസിൻ്റെ കാറുകളുടെ ശേഖരണം. അതേ കണ്ടില്ലേ, പുള്ളിയാണ് നിൽക്കുന്നത്. പുള്ളിയുടെ ഫോട്ടോ ഉണ്ടോ? ഈ കാണുന്നതെല്ലാം മലിക് അബ്ദുൽ അസീസ് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, പണ്ട് കാലത്ത് പുള്ളി ഉപയോഗിച്ചിരുന്നത്. അതേ നോക്കിയേ. കുങ്കുമപ്പൂ പടച്ചോനെ, ഇതിനകത്ത് ഒരു ടിന്ന് നിറയെ സാധനമുണ്ട്. കിട്ടിയെങ്കിൽ നമ്മൾ അടിച്ച് കൊണ്ടുപോയേനെ. പറഞ്ഞ് ഇത്രയും കുങ്കുമപ്പൂ വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല പൈസയാവും. നോക്കി, ഇതെല്ലാം പുള്ളി ഉപയോഗിച്ചിരുന്ന ഖുർആനും അതും ഇതൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അതുപോലെ ദേ പുള്ളിയുടെ ഡ്രസ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ പുള്ളിയുടെ ഷമാക്ക്, തലയിൽ വെക്കുന്നത്, ചെരുപ്പ്, ഷൂസ്, വടി, ഇത് സീറ്റ് കവർ, ഈ ബെഡ് കവർ, ബെഡ് കവറാണ് കേട്ടോ. സം ബെൽസ് ബിലോങ്സ് ടു അബ്ദുൽ അസീസ്. പിന്നെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ദേ ഇവിടെ പുള്ളിയുടെ വാച്ചുകൾ, പല ടൈപ്പിലുള്ള വാച്ചസ്. അതിൻ്റെ ആ സൈഡിൽ പോയിട്ട് കാണിക്കാം. അപ്പോൾ അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. നോക്കിയാൽ എല്ലാ വാച്ചുകളും ഉണ്ട് കേട്ടോ, പല ടൈപ്പിലുള്ള വാച്ച്. പിന്നെ ദിസ് സാഷ് ഇസ്മായിൽ ദ ഗ്രേറ്റ് നൈൽ സാച്ച് അലോങ് വിത്ത് ദ ബ്ലൂ പെൻഡഗോൾ സ്റ്റാർ ബാഡ്ജ്. കണ്ട, ഇതൊക്കെ എത്രമാത്രം എക്സ്പെൻസീവ് ആണെന്ന് നോക്കിയാൽ. പിന്നെ ഈ കാണുന്നത് കിങ് അബ്ദുൽ അസീസ് ബൈനോക്കുലറാണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര വലിയ ബൈനോക്കുലർ. പിന്നെ ഉള്ളത് പുള്ളിയുടെ അന്നത്തെ ഓഫീസും അവിടുത്തെ ഘടികാരവും പിന്നെ
ഓഫീസ്. പിന്നെ ആ കുർസിയൊക്കെയാണ് കാണുന്നത്. പിന്നെ ഉള്ളത് അതെ പുള്ളിയുടെ ബാഗ് ഒക്കെയാണൊക്കെ. അതുപോലെ തന്നെ പുള്ളിക്ക് ഷേവ് ചെയ്യാനും മറ്റതിനൊക്കെ ഉപയോഗിച്ചിരുന്ന കത്രിക, അത് ഇത് ചപ്പ് എല്ലാം ഉണ്ട്. പിന്നെ അവിടെ കണ്ട പുള്ളിയുള്ള കണ്ണാട, നമ്മുടെ മഹാത്മാഗാന്ധിജി ഉപയോഗിച്ചിരുന്ന അതേ കണക്കത്തെ കണ്ണടയാണല്ലോ പുള്ളി ഉപയോഗിച്ചിരുന്നത്. ഓ സ്റ്റെതസ്കോപ്പൊക്കെ ഉണ്ട് അന്നത്തെ കാലത്ത്. മാഷാ അല്ലാഹ്, വാവ്. അതുപോലെ ദേ പുള്ളിയുടെ മെഡിക്കൽ തിങ്സ് കൊണ്ടുപോകുന്ന ബാഗായിരുന്നു തോന്നുന്നുണ്ട് ഈ കാണുന്നത്. പിന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പ്ലേറ്റ്സ്, ചായ കുടിക്കാനുള്ള പിന്നെ വുഡൻ സ്പൂണ്, ചെറിയ അയൺ ബാഗ് കവർഡ് വിത്ത് ലെതർ യൂസ് ആസ് സേഫ്. അത് സേഫായിട്ട് സൂക്ഷിച്ചിരുന്നതാണ് കേട്ടോ. അതുപോലുള്ള പാത്രങ്ങൾ, സ്റ്റീൽ മെയ്ഡ് യൂട്ടിലിറ്റീസ് അന്നത്തെ കാലത്തുള്ള. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇവിടെ കുറച്ച് വെള്ളം കുടിക്കുന്ന ഗ്ലാസ്, പിന്നെ കൂജ ഉണ്ടല്ലേ, അതുപോലെ ഒരു ട്രേ, അതിൽ ഖുർആൻ ആലേഖനം ചെയ്തൊരു ട്രേയാണ്. പിന്നെ അദ്ദേഹം വായിച്ചിരുന്ന ഖുർആനാണ് ഈ കാണുന്നത് കേട്ടോ. അതൊക്കെ അറബിയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ളത് കറൻസി. മാഷാ അല്ലാഹ്, അന്ന് നിലവിലുണ്ടായിരുന്ന കറൻസിയാണ് ഇവിടെ കാണുന്നത്. ഈ കറൻസികളൊന്നും നമ്മളാരും കണ്ടിരിക്കാൻ സാധ്യതയില്ല. ഒരൊറ്റ കറൻസി ഇന്ന് നിലവിലില്ല. ഇതിനകത്ത് എല്ലാം 50, 100, 5, 10 അങ്ങനെ തന്നെ ആ കറൻസികളാണ് കേട്ടോ. അന്ന് സൗദി അറേബ്യയിൽ ഉപയോഗിച്ചിരുന്ന കറൻസി, അന്ന് നിലവിലുണ്ടായിരുന്ന കറൻസി. 100 ഏറ്റവും വലിയ കറൻസി. ഇന്നിപ്പോൾ ഇവിടെ 500, 200 ഒക്കെ ഉണ്ട്. അത് പൈസയുടെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞു വന്നപ്പോഴാണ് ആ 100, 500, 200 ഒക്കെ വന്നത്. അതുപോലെ പുള്ളിയുടെ ഏറ്റവും പുതിയ കണ്ണാടി, എൻ്റെ സോഡ കുപ്പി പോലത്തെ കണ്ണാടി. പിന്നെ ദേശീയ പതക്കങ്ങളാണ് ആ കാണുന്നതൊക്കെ. അതൊന്നും എല്ലാം അറബിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിവിടെ അതുപോലെ ഗാവ കുടിക്കുന്ന ഗ്ലാസ്, പാത്രങ്ങൾ, കൂജ, ഗാവ ഉണ്ടാക്കുന്ന അന്നത്തെ കാലത്തുള്ള ഒരു കൂജ. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കിങ് അബ്ദുൽ അസീസിൻ്റെ പഴയകാല ശേഖരണങ്ങൾ കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങളടുത്ത് ഇനിയൊരു സാധനം കൂടി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കുറച്ച് ആയുധങ്ങളിവിടെ ഉണ്ട്. പുള്ളി ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ആയുധങ്ങൾ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ മുസല്ല, പുള്ളി നമസ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന മുസല്ലയാണെന്ന്, നല്ല മുസല്ലയാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മടക്കി വെച്ചിരിക്കുന്നുണ്ട്. അതും അറബിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ പിന്നെ പഴയ കാലത്തെ കോയിൻസ് ഉണ്ട്. അതുപോലെ ആയുധങ്ങൾ, വാള്, തോക്ക്, പല ടൈപ്പിലുള്ള വാള്. എൻ്റെ പൊന്നു, വെട്ടിയാൽ 4 കഷ്ണമാവുന്ന കണക്കത്തെ വാള്. പഴയകാല തോക്ക് നോക്കി, 1 കിലോമീറ്റർ നീളമുള്ള തോക്ക്. ഇവിടെയൊക്കെ തോക്കുണ്ട് കേട്ടോ. എൻ്റെ ഒന്നും ഉണ്ടൊന്നും കാണുന്നില്ല, തോക്കുകൾ മാത്രമേ ഉള്ളൂ. ഇത് ടെംപ്ലേറ്റ് ഫോർ ദ മേക്കിംഗ് എ ബെൽറ്റ് സോസ് പ്രിൻസ് സുൽത്താൻ ഇബിൻ അബ്ദുൽ അസീസ്. പുള്ളിയുടെ തോക്കും അതുപോലെ പുള്ളിയുടെ ഇവരുടെ രാജകൊട്ടാരത്തിൻ്റെ ഒരു മാതൃകയാണ് ഈ കാണുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ്. പിന്നെ കൈത്തോക്കുകൾ ആവശ്യം പോലെ ഉണ്ട്, പലതരത്തിലുള്ള കൈത്തോക്കുകളൊക്കെ മരം കൊണ്ടും പിന്നെ അതുപോലെ തന്നെ അയൺ കൊണ്ടും ഉണ്ടാക്കി, അതായത് ഇരുമ്പ് കൊണ്ടും ഉണ്ടാക്കിയ തോക്കുകളാണ് കേട്ടോ. ഇതൊക്കെ വാളാണ് ഈ കാണുന്നത്. ഒറ്റ വെട്ടിനും 2 കഷ്ണമാവുന്ന ടൈപ്പ് വാളുകളാണ്. പിന്നെ ഇവിടെ കുറച്ച് ഇവിടെയും വാളുകളൊക്കെ തന്നെ ഉള്ളത്. കത്തിയും വുഡൻ ക്യാമൽ ഹാൾട്ടർ, അത് ഒട്ടകത്തിൻ്റെ പുറത്ത് ഇരുന്ന് പോകാനുള്ള ആ സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളത് ലെതർ പ്രൊവിഷൻ ബാഗ്, ഇതൊക്കെ ബാഗ്. ഇവിടെ കത്തി, കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഇതെല്ലാം എക്സ്പ്ലനേഷൻ ചെയ്യാനുള്ള ഒരു ചെറിയൊരു പ്രൊജക്റ്റും കുറച്ച് സീറ്റ്സും ഉണ്ട്, മീഡിയ ഹാളും. അപ്പം ഇതൊക്കെയാണ് കിങ് അബ്ദുൽ അസീസിൻ്റെ മ്യൂസിയത്തിലുള്ള കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും
ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഇനി നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും ഞങ്ങൾ നിങ്ങളെ സമീപിക്കാം. അപ്പോൾ അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ.